ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ഇന്ന് NMMS 2024 ബയോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഉത്തരങ്ങൾ വീതം നിങ്ങൾ പറഞ്ഞു പോകണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ ഡിസ്കവേർഡ് ദ സെൽ? കോശത്തെ കണ്ടെത്തിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ്: തിയോഡർ ഷ്വാൻ, റോബർട്ട് ഹുക്ക്, MJ ഷ്ലീഡൻ, നൺ ഓഫ് ദീസ്. ഈ 4 ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്കറിയാം സെല്ലിനെ കണ്ടെത്തിയത് അഥവാ കോശത്തിനെ കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ് കേട്ടോ, റോബർട്ട് ഹുക്ക്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വെക്കണം. കോശത്തെ കണ്ടെത്തിയത്, സെല്ലിനെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദ സ്മോൾ സ്പെരിക്കൽ ബോഡി സീൻ ഇൻ ദ ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന സ്മോൾ സ്പെരിക്കൽ ഷേപ്പ്ഡ് ബോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ്: ലൈസോസോം, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം, നൺ ഓഫ് ദീസ്. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? യെസ്, നിങ്ങൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ന്യൂക്ലിയോലസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ അല്ലേ? ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചെറിയ സ്പെരിക്കൽ ഷേപ്പ്ഡ് ബോഡീസിനെയാണ് എന്ത് പറയുക? ന്യൂക്ലിയോലസ് എന്ന് പറയുക. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ആ ന്യൂക്ലിയസിന്റെ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. സോ അവിടെ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ന്യൂക്ലിയസിന്റെ ഭാഗം എല്ലാവരും ഒന്ന് വായിച്ചിട്ട് വേണം NMMS എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദ ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയോപ്ലാസത്തിൽ കാണപ്പെടുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചറുകളെയാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ്: ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയർ മെംബ്രെയിൻ, നൺ ഓഫ് ദീസ്, ക്രോമാറ്റിൻ റെറ്റിക്കുലം. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ക്രോമാറ്റിൻ റെറ്റിക്കുലമാണ്. ന്യൂക്ലിയസിനകത്ത് ചില ത്രെഡ് ലൈക്ക് സ്ട്രക്ചറുകൾ ഉണ്ട്. ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറുകളെ പറയുന്ന പേര് ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ ടെക്സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂക്ലിയസിൻ്റെ ഭാഗത്ത് എടുക്കുക. ആ ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് വേണം പോകാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ. കോശത്തിൻ്റെ മാംസ്യ കലവറ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ്: റൈബോസോം, ലൈസോസോം, ഗോൾഗി ബോഡീസ്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ നമ്പർ 1 ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ 1 റൈബോസോം ആണ്. കാരണം റൈബോസോമിൽ വെച്ചിട്ടാണ് എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? മാംസ്യം അഥവാ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സോ ഇവിടെ പ്രോട്ടീൻ ഫാക്ടറി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് റൈബോസോം ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പരീക്ഷകൾക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ സെല്ലിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോം ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഓർഗനലാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂക്ലിയോപ്ലാസം, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയർ മെംബ്രെയിൻ, നൺ ഓഫ് ദീസ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉത്തരാണ് അല്ലേ? ഓപ്ഷൻ നമ്പർ ബി മൈറ്റോകോൺട്രിയ ആണ് അല്ലേ? മൈറ്റോകോൺട്രിയയാണ് എന്ത് പറയുക? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുക. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എനർജി അല്ലേ? അതിന് എന്ത് ചെയ്യാൻ പറ്റും? എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഊർജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ആർക്ക്? മൈറ്റോകോൺട്രിയയ്ക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ന്യൂക്ലിയസ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കോൾഡ് ഡാഷ്. ന്യൂക്ലിയസിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. ഏതാണ് ആ മെംബ്രെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ്: ന്യൂക്ലിയോപ്ലാസം, പ്ലാസ്മ മെംബ്രെയിൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ, നൺ ഓഫ് ദീസ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മെംബ്രെയിൻ എന്നാണ് കാണുന്നത് അല്ലേ? ഡബിൾ ലെയർഡ് മെംബ്രെയിൻ. അപ്പോൾ ഉത്തരം എന്താ തന്നെയായിരിക്കാം? മെംബ്രെയിൻ ആയിരിക്കാം. അപ്പോൾ 2 മെംബ്രെയിനുകളാണ് ഇവിടെ കാണുന്നത്: പ്ലാസ്മ മെംബ്രെയിനും ന്യൂക്ലിയർ മെംബ്രെയിനും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ന്യൂക്ലിയസിനെ പൊതിഞ്ഞിട്ടുള്ള മെംബ്രെയിനെയാണ് എന്ത് പറയുക? യെസ്, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുക. എന്ത് പറയും? ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പോൾ ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ന്യൂക്ലിയസിനെ കവർ ചെയ്തിട്ടുള്ള മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ നമ്പർ 3 ആണ് അല്ലേ? ഓപ്ഷൻ നമ്പർ 3 ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ് ശരിയായിട്ട് വരുന്ന ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ദ പ്ലാസ്റ്റിഡ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ് ഈസ് ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ആണ്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്,
ല്യൂക്കോപ്ലാസ്റ്റ്, നൺ ഓഫ് ദീസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന പ്ലാസ്റ്റിഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ് എഴുതേണ്ടത് ആൻസർ? യെസ്, ക്ലോറോപ്ലാസ്റ്റ് ആണ് കേട്ടോ, ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ബോക്സിൽ പല പല പ്ലാസ്റ്റിഡ്സിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ക്രോമോപ്ലാസ്റ്റും ല്യൂക്കോപ്ലാസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. സോ അത് കൃത്യമായിട്ട് വായിക്കണം. പല പരീക്ഷകൾക്കും ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം ആ ഒരു ഭാഗം. ല്യൂക്കോപ്ലാസ്റ്റ് ആയാലും അതുപോലെ തന്നെ ക്രോമോപ്ലാസ്റ്റ് ഒക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ ഫംഗ്ഷൻ ഓഫ് ഗോൾഗി കോംപ്ലക്സ് ഫ്രം ദ ഫോളോയിങ്. ഗോൾഗി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ്. പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി, പ്രോട്ടീൻ സിന്തസിസ്, കളക്ട്സ് സെൽ സെക്രീഷൻ ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ് എക്സെട്ര, പ്രൊവൈഡ്സ് ഫേംനെസ് ടു ദ സെൽ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഓരോ ഓപ്ഷൻസിനെ കുറിച്ചിട്ടും നമുക്ക് പറയാം. പ്രൊഡക്ഷൻ ആൻഡ് ദ സ്റ്റോറേജ് ഓഫ് എനർജി, ഊർജത്തിൻ്റെ പ്രൊഡക്ഷനും സ്റ്റോറേജും സംഭരിച്ച് വെക്കുന്നത് എവിടെയാണ്? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, മൈറ്റോകോൺട്രിയയിലാണ്. എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ് എനർജിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് പ്രോട്ടീൻ സിന്തസിസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. പറഞ്ഞേടാ, ഏതാ? റൈബോസോം അല്ലേ. റൈബോസോമിൽ വെച്ചിട്ടാണ് എന്താ നടക്കുന്നത്? പ്രോട്ടീൻ്റെ സിന്തസിസ് നടക്കുന്നത്. ഇനി നിങ്ങൾ പഠിച്ചു വെക്കണം, കളക്ട് സെൽ സെക്രീഷൻ ലൈക്ക് എൻസൈം, ഹോർമോൺ എക്സെട്ര നടക്കുന്നത് ഗോൾഗിയിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരിക? യെസ്, ഓപ്ഷൻ നമ്പർ സി ആണ് കേട്ടോ. ഓപ്ഷൻ നമ്പർ സി ഏതാണ്? യെസ്, കളക്ട് സെൽ സെക്രീഷൻ ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ് എക്സെട്ര. അപ്പോൾ അത് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. മൈറ്റോകോൺട്രിയ, റൈബോസോം, ഗോൾഗി. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ ഇത്തവണയും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.